കണ്ണും കാത്തിരുന്നു മണ്ണിലൊരു പൈതലിനായി, കാതോടു കാതോരം കേട്ടിരുന്നു, കാതോടു കാതോരം കേട്ടിരുന്നു ദൈവപുത്രൻ. എടാ പത്രോസേ, ഇവിടെ വേടാ. കൂരിത്തം കെട്ടവനെ, നീ ആരാടാ കൂവാൻ? പള്ളിയില്ല, പാട്ടക്കാരനുമില്ല, പ്രാർത്ഥന എനിക്ക് നിനക്ക് ഒട്ടുമില്ല. കൂരിത്തം കെട്ടവനെ, പറയടാ, നീ എന്തിനാ? ഞാൻ പറയാം. അല്ല അച്ഛൻ തന്നെയല്ലേ പള്ളിയിൽ പറഞ്ഞത് മാതാവിനെ ഡൗൺഗ്രേഡ് ചെയ്തെന്ന്? എന്തോന്ന് ഡൗൺഗ്രേഡ് ചെയ്തെന്ന? ആ മാതാവിനെ മധ്യസ്ഥ അല്ലാന്ന് അച്ഛൻ പറഞ്ഞില്ലേ? അതുപോലെ തന്നെ മധ്യസ്ഥ എന്ന വാക്ക് സൂക്ഷിച്ച് ഉപയോഗിക്കണം, സഹരക്ഷകയല്ല എന്നൊക്കെയല്ലേ അച്ഛൻ പറഞ്ഞത്. അതുകൊണ്ടെന്താ, ഞാൻ എല്ലാ മാസവും മാതാവിൻ്റെ പള്ളികളിൽ പോയി പ്രാർത്ഥിച്ചിരുന്നതാ. അതിപ്പോൾ പോകണ്ടായി. പിന്നെ വീട്ടിലിരുന്ന മാതാവിൻ്റെ രൂപം ഞാൻ അങ്ങെടുത്ത് മാറ്റി. എൻ്റെ കാറിലും ഉണ്ടായിരുന്ന അച്ഛോ ഒരു മാതാവിൻ്റെ രൂപം, അതും ഞാൻ അങ്ങെടുത്ത് മാറ്റി. ഇനി പറ അച്ഛൻ പറ, പിന്നെ എന്തിനാണ് അച്ഛാ കരോളിന് ഇങ്ങനെ മാതാവിനെ കൊണ്ടുപോണത്? ഇനി അച്ഛൻ പറഞ്ഞേ, എന്ത് കുരുത്തക്കേടാ ഞാൻ ചെയ്തത്? പറ അച്ഛാ. എടാ പത്രോയെ, മാതാവിനെ നീ വിചാരിക്കുന്നത് പോലെ ആരും ഡൗൺഗ്രേഡ് ഒന്നും ചെയ്തിട്ടില്ല. നമ്മുടെ സഭ പറയുന്നത് നമ്മുടെ രക്ഷകൻ യേശുക്രിസ്തു മാത്രമാണ്. പിതാവായ ദൈവത്തിലേക്കുള്ള ഏക മധ്യസ്ഥൻ ക്രിസ്തു മാത്രമാണ്. അവിടെയാണ് മാതാവിനെക്കുറിച്ച് പള്ളിയിൽ ഞാൻ പറഞ്ഞത്. നമുക്ക് പുത്രനായ യേശുവിലേക്കുള്ള മധ്യസ്ഥത വഹിക്കാൻ മാതാവിന് സാധിക്കും. എന്നാൽ പിതാവായ ദൈവത്തിലേക്കുള്ള മധ്യസ്ഥത വഹിക്കാൻ നമ്മുടെ രക്ഷകനായ യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. പത്രോസേ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക്. നീ നോക്കിക്കേ, നമ്മുടെ ഔസേപ്പ് പിതാവ്, അന്തോണീസ്, ഗീവറീസ് പുണ്യവാളൻ, ഇവരെല്ലാം മധ്യസ്ഥം അപേക്ഷിക്കുന്നത് യേശുക്രിസ്തുവിനോടാണ്. യേശുവാണ് പിതാവായ ദൈവത്തോട് അപേക്ഷിച്ച് നമ്മുടെ മധ്യസ്ഥം നിർവഹിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലാവുന്നുണ്ടോ പത്രോസേ? അല്ല, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓഹോ, ഇതിപ്പോൾ ഇങ്ങനെയായിരുന്നല്ലേ? ഞാനാകെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുകയായിരുന്നു. രക്ഷക, മധ്യസ്ഥ, ഇപ്പോഴാണ് ശരിക്കും എനിക്ക് കാര്യം പിടിയിട്ടത്. ഇപ്പം എനിക്ക് ഓക്കെയാണ് അച്ഛാ. യേശുവിന് ജന്മം നൽകാൻ തിരഞ്ഞെടുക്കപ്പെട്ട നന്മ നിറഞ്ഞവളാണ് മാതാവ്. പരിശുദ്ധ അമ്മക്കുള്ള പ്രാധാന്യം ഒരിക്കലും നഷ്ടപ്പെടില്ല. പക്ഷേ എനിക്ക് ഒരു സംശയം കൂടിയുണ്ട്. അതെന്താന്ന് വെച്ചാലേ, അന്ന് പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥയായി എന്നാണല്ലോ പറയുന്നത്. ഇന്നായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, എല്ലാവരും എന്തൊക്കെ പറഞ്ഞേനെ? മനുഷ്യരല്ലേ പത്രോ, അവർ വായിൽ തോന്നുന്നതൊക്കെ പറയും. ബഹുജനം പലവിധം, അവരവരുടെ കാഴ്ചപ്പാടിലൂടെ അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെ അന്ന് സംഭവിച്ചിരുന്നു പത്രോ. സക്രിയായുടെ ഭാര്യ എലിസബത്താണ് ഈ സംശയം മാതാവിനോട് ആദ്യം ചോദിച്ചത്. അച്ഛൻ എന്തായി പറയുന്നത്? നമ്മുടെ സ്കറിയയുടെ ഭാര്യ എലിസബത്ത് അല്ലല്ലോ, അന്നാമയല്ലേ? എടാ കുരുത്തം കെട്ടവനെ പത്രോസേ, സ്നാപകയോഹന്റെ അമ്മയായിട്ടുള്ള എലിസബത്തിനെ കുറിച്ചാടാ ഞാൻ പറഞ്ഞത്. ഇതങ്ങനെ. ശരി പത്രോ, അന്ന് എലിസബത്ത് അങ്ങനെ ചോദിച്ചതിന് മാധവ് പറഞ്ഞ മറുപടി നീ ഒന്ന് കേട്ടു നോക്കിക്കേ. ഇനി ബാബിലോണിൽ നിന്നും യൂദയ നാട്ടിലേക്ക് ദൂരം, പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്കുള്ള ദൂരം. ഇളയമ്മയെ 3 മാസത്തോളം ശുശ്രൂഷിച്ചിട്ട് തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് പോകാനൊരുങ്ങുന്നതിന്റെ തലേരാത്രിയിൽ നക്ഷത്രങ്ങൾ വിരിഞ്ഞ ആകാശത്തിന് കീഴെ എലിസബത്തിന്റെയും മറിയത്തിന്റെയും കൂടിക്കാഴ്ച. മാസം എത്ര വേഗം കടന്നു പോയല്ലേ. മേരി, നാളെ നീ നസ്രത്തിലേക്ക് മടങ്ങിപ്പോകുമല്ലേ? എൻ്റെ കുഞ്ഞെ, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ യഹോവേ, നാളെ
നീ വീട്ടിൽ തിരികെ ചെല്ലുമ്പോൾ കാണുന്നവർക്കൊക്കെ മനസ്സിലാകും നീ ഗർഭിണിയാണെന്ന്. നിന്റെ പിതാവ്, നിന്റെ അമ്മ, ദൈവദൂതന്റെ വാക്കുകൾ അവരോട് പറഞ്ഞ ആര് നിന്നെ വിശ്വസിക്കും? ആര് നിന്നെ മനസ്സിലാക്കും? ആരോട് നീ ഇതെല്ലാം പറയും? വേണ്ട മേരി, നീ ഈ അവസ്ഥയെ തിരികെ പോകണ്ട. ചാർച്ചക്കാരും എല്ലാവരും ചേർന്ന് നിന്നെ ഒറ്റപ്പെടുത്തും. ഓർത്തിട്ടെനിക്ക്. മേരി, വേണ്ട മേരി, നീ പോവണ്ട. നീ ഇവിടെ നിൽക്ക്, ഞാൻ നിന്നെ നോക്കിക്കൊള്ളാം. അവിടെ ചെന്നാൽ നിനക്കായി കാത്തിരിക്കുന്ന ആ ജോസഫ്, അയാൾ നിന്നെ വിശ്വസിക്കുമോ? ഗർഭിണിയായി നിന്നെ അയാൾ സ്വീകരിക്കുമോ? എന്റെ ദൈവമേ. നോക്ക്, ഇളയമ്മ കരുതും പോലെ ഒന്നും ഒരനർത്ഥവും എനിക്ക് സംഭവിക്കില്ല. ബന്ദി എന്ന പഴി കേട്ട് ഈ ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞ നിങ്ങൾ ഇന്ന് എത്ര ഭാഗ്യവതിയാണ്. ശക്തനായവൻ നിങ്ങൾക്ക് വൻ കാര്യങ്ങൾ ചെയ്തു തന്നില്ലേ? ഞാനും വിശ്വസിക്കുന്നു. കഴിഞ്ഞ തലമുറകളെ പറ്റി ചിന്തിക്ക്. കർത്താവിൽ ആശ്രയിച്ചിട്ട് ആരാണ് ഭഗ്നാശരായിട്ടുള്ളത്? അവിടുന്നിൽ വിശ്വസിച്ചിട്ട് ആരെയാണ് അവിടുന്ന് വെറും കൈയാൽ പറഞ്ഞയച്ചത്? വാഗ്ദാനങ്ങളിൽ എന്നും വിശ്വസ്തനാണവൻ, വാക്കുമാറാത്തവൻ. എന്റെ യഹോവേ, എന്റെ ചിത്തം അങ്ങയിൽ ആനന്ദിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു. ഇതാ ഞാൻ. ഇത് നിന്റെ കുഞ്ഞിന് അല്ല, പിറക്കാനിരിക്കുന്ന നമ്മുടെ രക്ഷകന്. അച്ഛാ, ഇപ്പോഴാണ് എനിക്ക് എല്ലാം മനസ്സിലായത്. നമുക്ക് വേണ്ടി നമ്മുടെ മാതാവ് എത്രത്തോളം സഹിച്ചിട്ടുണ്ടാകും. മാതാവ് എത്ര വിശ്വാസത്തോടെയാണ് ഇതിനൊക്കെ നേരിട്ടത്. ആ വിശ്വാസമാണ് അച്ഛാ എന്നെപ്പോലുള്ളവർക്ക് പ്രചോദനം. അപ്പൊ പിന്നെ നമുക്കങ്ങ് തുടങ്ങിയാലോ പത്രോസേ? നീയും കൂടി വന്ന് ഈ കാരോളം അങ്ങോട്ട് ഭംഗിയാക്കിയിട്ട് പോടാ. ആണോ അച്ഛാ? എന്നാ നമുക്ക് തുടങ്ങിയേക്കാം. നമ്മുടെ ജോസേട്ടൻ ജോസേ നമുക്ക് ഈ കരോളങ്ങ് അടിച്ച് പൊളിച്ചേക്കാം. സർവലോകർക്കും നന്മയതും കാരുണ്യമായി